അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം ഇന്ത്യ എന്നുള്ളത് ഞാൻ ഇതുവരെ പഠിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാജ്യം എന്നാണ്. പക്ഷേ എനിക്കിതിൽ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. ആ സംശയ നിവാരണത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വിശദമായിട്ട് ആ സംശയം എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ഇന്ത്യൻ മണ്ണിൽ ജീവിക്കാൻ അവൻ്റെ വിശ്വാസമനുസരിച്ച് അവൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നോ ആ മതത്തിൻ്റെ സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ പിൻപറ്റിക്കൊണ്ട് അവൻ്റെ വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാൻ നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്നു. അതാണ് മതേതരത്വം. അതുപോലെ തന്നെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ആധിപത്യം ജനങ്ങളിൽ എന്നാണ്. എല്ലാത്തിനും മേലെ ജനമാണ്. ഈ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ആ ഭരിക്കുന്ന ഭരണകർത്താക്കളെക്കാൾ മുകളിൽ ജനങ്ങളാണ്. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണ്. സോഷ്യലിസം എല്ലാ മതവിഭാഗക്കാരും തമ്മിൽ യാതൊരു സ്പർദ്ധയുമില്ലാതെ അവനവൻ്റെ വിശ്വാസമനുസരിച്ചും ആചാരമനുസരിച്ചും ഒക്കെ ജീവിക്കുക, ഒരു സോഷ്യൽ മെന്റാലിറ്റിയോടുകൂടി ജീവിക്കുക. ഈ അവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്തെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കും മറ്റുള്ളവന്റെ മതങ്ങളെയോ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ പുച്ഛിച്ച് പറയാനോ അപമാനിച്ച് പറയാനോ കൊച്ചാക്കി സംസാരിക്കാനോ ഒന്നും ഇവിടെ അവകാശമില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിനെതിരെ കേസെടുക്കാനും ഇവിടെ നിയമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിനിമാ നടൻ സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ മോഹൻലാലിനെ ഒരു വ്യക്തി അപമാനിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും കേസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി ചത്തുപോയി എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിനെ അപമാനിച്ചതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് മറ്റൊരു വ്യക്തിക്കെതിരെ കേസെടുത്തു. അത് നമ്മുടെ മലയാളത്തിലെ അറിയപ്പെടുന്ന സിനിമാ നടനായ വിനായകനെതിരെയാണ് കേസെടുത്തത്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ചിലർ ചത്തു എന്ന് പറയും, ചിലർ മരിച്ചു എന്ന് പറയും. ഈ മരണം എന്ന വാക്കിന്റെ പര്യായമാണ് ചത്തു എന്നുള്ളത്. അപ്പോൾ അത് ഒരു അപമാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും ആ വ്യക്തിക്കെതിരെ കേസെടുക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അതിഭീകരമായ രീതിയിൽ ആ വ്യക്തിയെ പോലീസുകാർ അപമാനിക്കുകയുണ്ടായി. ആ പോലീസുകാർക്കെതിരെ യാതൊരു നടപടിയുമില്ല. ഇതുവരെ നടപടി എടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇവിടെ ചിലർ ഞങ്ങൾ യുക്തിവാദികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ യുക്തിവാദികൾ അവർ ധരിച്ചു വച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ദൈവമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കെന്തും പറയാം, ഞങ്ങൾക്ക് ആരെയും അപമാനിക്കാം എന്നൊക്കെയാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഈ യുക്തിവാദം എന്ന് പറയുന്നത് തന്നെ അതൊരു മതമാണ്. മതം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭിപ്രായം എന്നാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും ഒക്കെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിന്റെ വചനങ്ങളിൽ ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നു. യഹൂദരും അതുപോലെ തന്നെ. യുക്തിവാദികൾ അവരുടെ അഭിപ്രായം ദൈവം എന്നൊരു സംഭവം തന്നെ ഇല്ല എന്നാണ്. അവർ അതിനനുസരിച്ച് ജീവിച്ചോട്ടെ, ഇവിടെ ആർക്കും പരാതിയില്ല. പക്ഷേ മറ്റുള്ളവരെ അപമാനിക്കുക, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആചാരത്തെ അനുഷ്ഠാനത്തെ എല്ലാം അപമാനിക്കുന്നത് സ്ഥിര തൊഴിലാക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം വിഷം ചീറ്റുന്ന യുക്തിവാദികൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല? അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സ്ത്രീ ചില ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്ത് വന്നപ്പോൾ ആ സ്ത്രീയെയും മുഹമ്മദ് നബിയെയും അപമാനിച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ എന്നു പേരുള്ള ഒരു യുക്തിവാദി സോഷ്യൽ മീഡിയയിൽ പ്രവാചകനെ നിന്ദിക്കുന്ന അപമാനിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മമ്മദ് എന്നൊക്കെ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അപമാനിച്ച് സംസാരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ്
അജു അലക്സിനെ അറസ്റ്റ് ചെയ്തു, വിനായകനെ അറസ്റ്റ് ചെയ്തു, മേൽ നടപടികൾ സ്വീകരിച്ചു. ഇവിടുത്തെ യുക്തിവാദി എന്ന് പറയുന്ന നൂറുകണക്കിന് വ്യക്തികളുണ്ട്. അവർ നിരന്തരം ഇസ്ലാമിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? ഇവർക്കെതിരെ കേസെടുക്കാത്തത്? ഇവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് ഇതാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ആരിഫ് ഹുസൈൻ പറയുന്ന ചില വാക്കുകൾ, മുഹമ്മദ് നബിയെ മമ്മദ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന ചില വാക്കുകൾ ഞാൻ മുഖ്യമന്ത്രിയെ കേൾപ്പിച്ചു തരാം. ഒരു സ്ത്രീ മുന്നോട്ട് വെച്ച ചോദിച്ചു എന്ന് പറയാനൊന്നും പറ്റില്ല. സ്ത്രീ ആരിഫ് ഹുസൈനോടല്ല ചോദിച്ചത്. അവർ ഏതോ വേദിയിൽ ഒരു അഭിപ്രായം പറയുകയാണ്. ആ അഭിപ്രായത്തെ ഏറ്റെടുത്തുകൊണ്ട് മുഹമ്മദ് നബിയെ അപമാനിച്ച് ആ സ്ത്രീക്ക് മറുപടി നൽകുന്നു എന്ന വ്യാജേന മുഹമ്മദ് നബിയെ അപമാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആ അപമാനിക്കുന്ന ആരിഫ് ഹുസൈന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കുക. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രയൊക്കെ മറുപടി പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആയിഷ കല്യാണം മുതൽ പൂരിമാർ വരെ അങ്ങനെയുള്ളതാണ്. ഒരാൾക്ക് യുക്തിവാദം പിടിപെട്ടാൽ ആദ്യം വരുന്ന ആയിഷ കല്യാണമായിരിക്കും. ബൈ ഡിഫോൾട്ട് അതങ്ങനെയാണ്. 40-40 കൊല്ലം അയാൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി യുക്തിവാദി മരിക്കുന്നതിന്റെ തലേന്നിരുന്ന പോസ്റ്റ് എന്തായിരിക്കും? അതും ആയിഷ കല്യാണം തന്നെ. ഒരു ടിപ്പിക്കൽ യുക്തിവാദിയുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. സോ അവരുടെ ആരോപണങ്ങൾ പുതുമയില്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും യുക്തിവാദികൾക്ക് ഈ 6-ാം വയസ്സും ആയിഷ കല്യാണവും അതുപോലെ 72 ഹൂറികളും അല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നാണ് നമ്മളുടെ താത്താടെ വലിയ ഒരു പരിവേദന. എൻ്റെ പൊന്നു താത്ത അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാണ്. 2 കാര്യം പറയാം, അല്ലെങ്കിൽ വേണ്ട 3 കാര്യം പറയാം. 3ആണല്ലോ സുന്നത്ത്. ഒറ്റ അക്കങ്ങളാണ് സുന്നത്ത് എന്നാണ് നമ്മളെ നബി പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് ഉത്തമ മാതൃക, സുന്നത്ത്, അങ്ങനെയാണല്ലോ നിങ്ങൾ പറയാറ്. അതായത് ഈ ലോകത്ത് പല ആളുകളും ശൈശവ വിവാഹം കഴിച്ചിട്ടുണ്ട്. പല ആളുകളും പല മണ്ടത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. 72 ഹൂറികൾ ഉണ്ട് എന്ന് പറയുന്നത് മാതിരി, ആയിഷ കല്യാണം മാതിരി പല ആളുകളും പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ആളുകളെ ഒന്നും നമ്മൾ പരാമർശിക്കാറില്ല. ഒരു യുക്തിവാദിയും അതൊന്നും എടുത്തു വെച്ച് പറയാറില്ല. ശരിയാണ്, താത്ത പറഞ്ഞത് 100% ശരിയാണ്. എന്താണ് അതിൻ്റെ കാരണം? ഒറ്റ കാരണമുള്ളൂ. ഈ ലോകത്തേക്ക് ഉള്ള ഒരു മാതൃകയാണ് ആ മണ്ടന്മാരെല്ലാവരും എന്ന് ഒരാളും ഇവിടെ പറഞ്ഞു നടക്കാറില്ല. ഇത് നമ്മൾ പറഞ്ഞ് മടുത്ത കാര്യമാണ്. പക്ഷെ താത്ത ഇതെന്തോ വലിയ സംഭവമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് വെക്കുമ്പോൾ അത് നമുക്കിത് ആവർത്തിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ 3 കാര്യങ്ങളുണ്ടെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. 2 കാര്യം ഇത് തന്നെയാണ്. ഒന്ന്, നിങ്ങൾ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇസ്ലാം ഏറ്റവും മുന്തിയതാണ് എന്ന് പറയുമ്പോൾ മുന്തിയതല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിലുള്ള കുഴപ്പങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇമാതിരി മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും പോക്കിരിത്തരങ്ങളും ഇസ്ലാമിനകത്തുള്ളത് പുറത്തേക്കിടുന്നത്. പോയിന്റ് നമ്പർ 1. ഇനി പോയിന്റ് നമ്പർ 2 ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ. മാനവരിൽ മഹോന്നതനാണ് എന്ന് നിങ്ങൾ മുഹമ്മദ് നബിയെ പാടിപ്പുകഴ്ത്തുമ്പോൾ മാനവരിൽ മഹോന്നതൻ്റെ ശരിയായ ലീലാവിലാസങ്ങൾ, കുൽസിത പ്രവൃത്തികൾ എന്തൊക്കെ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമാതിരി സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇടും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു റിവേഴ്സ് ദഅവ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 3ാമത്തെ കാര്യം, താത്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായ ഉത്തരം അത് നമ്മളുടെ സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് പകുതി ബുദ്ധിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെയുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കും. അത് മുഹമ്മദ് നബിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് പകുതി ബുദ്ധിയുള്ളൂ പുരുഷൻ്റേതിൽ എന്ന് കൃത്യമായിട്ട് ഹാഫ് ദ ഇൻ്റലിജൻസ് ഓഫ് എ മാൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താത്ത ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകളായതുകൊണ്ട് ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആവട്ടെ ഇനി അടുത്ത പ്രസംഗം എന്ന് ഒന്നിവിടെ പറയുകയാണ്. കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇമാതിരി എഴുന്നള്ളിപ്പുമായിട്ട് ഈ വഴിക്ക് വരരുത്. വെറുതെ എന്തിനാ മമ്മദിന് ഊക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്? മൂപ്പരവിടെ ആ ശവക്കല്ലറയിൽ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. അതല്ലേ നല്ലത്. മൂപ്പരവിടെ തുമ്മി മരിക്കും അല്ലെങ്കിൽ. അപ്പോൾ പറഞ്ഞ പോലെ ജസാക ഡിങ്ക ഖൈർ. അപ്പോൾ കേട്ടല്ലോ, എൻ്റെ സംശയം എൻ്റെ മാത്രമല്ല അനേകം വ്യക്തികളുടെ സംശയമാണ് ഞാൻ ഈ പറയുന്നത്. മുഖ്യമന്ത്രിയും ഒരു യുക്തിവാദി ആയതുകൊണ്ടാണോ യുക്തിവാദികൾക്കെതിരെ ഒരു നടപടിയെടുക്കാത്തത് എന്ന്. ആയതുകൊണ്ട് അല്പമെങ്കിലും മതേതരത്വം മുഖ്യമന്ത്രിയുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ എത്രയും വേഗം ആരിഫ് ഹുസൈനെതിരെ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ചോദ്യമുയർത്തിയ മുസ്ലിം സ്ത്രീയോട്
താത്ത എന്നൊക്കെ വിളിച്ചുകൊണ്ട് മമ്മദ് കല്ലറയിൽ കിടന്നോട്ടെ, മമ്മദിനെന്തിനാ വെറുതെ ഊക്ക് കൊടുക്കുന്നത് എന്നുള്ള പദപ്രയോഗം ഒക്കെയാണ് ഈ ആരിഫ് ഹുസൈൻ പ്രയോഗിച്ചത്. പക്ഷേ ആരിഫ് ഹുസൈനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ഇതിൻ്റെ അലയടി നേരിടേണ്ടി വരും. ഒരു പക്ഷേ എന്നാണ് ഞാൻ പറയുന്നത്. ആയതുകൊണ്ട് ആരിഫ് ഹുസൈനെ വെറുതെ വിടരുത്. ഇതുപോലെ മറ്റൊരുത്തനുണ്ട്, ഫസൽ കാരാട്ട്. അവനെല്ലാം നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിനെ തെറിവിളിച്ചുകൊണ്ടിരിക്കുന്നു, മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു, അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പോലീസുമില്ല. വിനായകനോട് ചത്തു എന്ന് പറഞ്ഞതിനാണ് പോലീസ് വളരെ മോശമായ രീതിയിൽ എടാ പോടാ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വിനായകനെ അപമാനിച്ചത്. അതുപോലെ തന്നെ എന്തോ ബലാത്സംഗ കേസിലെ പ്രതി എന്ന നിലയ്ക്കാണ് അജു അലക്സിനെ ചെകുത്താൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന അജു അലക്സിനെ പോലീസ് മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചത്. അപ്പോൾ ഈ ആരിഫ് ഹുസൈനെ മുഖ്യമന്ത്രി കണ്ടില്ലയോ? ഫസൽ കാരാട്ടിനെ കണ്ടില്ലയോ? ജാമിദമാരെ കണ്ടില്ലയോ? ഷഫീനമാരെ കണ്ടില്ലയോ? അങ്ങനെ ഡസൻ കണക്കിന് നടപടി എടുക്കുന്നില്ല അല്ലെങ്കിൽ എടുക്കുകയില്ല എന്ന് ശാഠ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ ജനം ഇതിനെതിരെ മറുപടിയുമായി രംഗത്ത് വരും. പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് തിരിയും. ഏതായാലും ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ തെറിവിളിച്ചുകൊണ്ടാണ് ഇവൻ ആഡംബര ജീവിതം നയിക്കുന്നത്. ഇതല്ല എങ്കിൽ മറ്റാരെയും ഇവൻ ഒന്നും പറയുന്നില്ല. മറ്റുള്ളവരെ പറഞ്ഞാൽ അവന് അതിൻ്റെതായ വലിയ ഭീകരമായ അനുഭവം നേരിടേണ്ടി വരും. കാരണം മുസ്ലിങ്ങളെ പറയാം, ഇസ്ലാമിനെ പറയാം, സർക്കാർ കൂട്ടുണ്ട്, മുഖ്യമന്ത്രി കൂട്ടുണ്ട് എന്നൊക്കെയാണ് ഇവന്റെ ധാരണ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.